ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ UDF ഭരണസമിതിയുടെ കാലത്തേക്കും കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്താൻ വിജിലൻസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതേസമയം സ്വർണ്ണപ്പാളികളിൽ വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ SITക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അനുമതിയും നൽകി. ഇടക്കാല ഉത്തരവിലാണ് ഈ നിർദ്ദേശം. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ പ്രതികരിച്ചു. ഇത് വെറുതെ അവരെ ഒരു സംശയത്തിന്റെ പേരിൽ അന്വേഷിക്കുന്നു മാത്രമേ ഉള്ളൂ. അന്വേഷിക്കുന്നു, ഒരു കോടതിക്ക് സംശയം വരുന്നു, ഒരു ത്വരിതാന്വേഷണം നടത്താൻ പറയുന്നു. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. കൊടിമരം പണിയാൻ ഒരു തരി സ്വർണം ഒരാളേത് വാങ്ങിയിട്ടുമില്ല, അതൊട്ട് അവിടെ ഉപയോഗിച്ചിട്ടുമില്ല. നടത്തട്ടെ സ്വാഗതം ചെയ്യുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതിന്റെ ആഴം, അതിന്റെ വ്യാപ്തിയൊക്കെ കൂടുതലാണ് എന്ന് വ്യക്തമാവുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ തീരുമാനം. എന്തുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ മുൻപത്തെ ഈ കൊടിമര പുനർനിർമ്മാണത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് സംശയിക്കാൻ ഇടയാക്കിയത്? അതിന്റെ കാരണം എന്താണോ? ഒപ്പം തന്നെ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് അന്നത്തെ UDF ഭരണസമിതിയിലെ അംഗങ്ങളെല്ലാം തന്നെ. എന്താണ്, ഏത് രീതിയിലാണ് ഈ പുതിയ നീക്കം? അതിന്റെ സാഹചര്യം എന്താണ് വിഷ്ണു? പ്രജിൻ, SIT കഴിഞ്ഞ തവണ ഇടക്കാല റിപ്പോർട്ട് നൽകിയ ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ചില വിവരങ്ങളും കൈമാറിയിരുന്നു. അതിന്മേലൊരു പരിശോധനയാകാമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ഇടക്കാല ഉത്തരവിൽ പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വിജിലൻസ്, അതായത് ദേവസ്വം വിജിലൻസ് ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തിച്ചത്. അത് ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണത്തിൽ ഗുരുതരമായ സ്വർണ്ണ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. അതായത് 27ഓളം പറയുന്ന ആളുകളിൽ നിന്ന് സ്വർണം കൈപ്പറ്റിയിരുന്നു സംഭാവനയായി. പക്ഷേ അതൊന്നും മഹസറിൽ കാണുന്നില്ല എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട്. ആ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇതിന്മേലൊരു പ്രാഥമിക അന്വേഷണം, ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ സംസ്ഥാന വിജിലൻസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് 2017 ഈ പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. അന്ന് UDF ആണ് ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന. അജയ് തറയിൽ അടക്കമുള്ള ആളുകൾ അന്ന് അതിന്റെ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് പക്ഷേ ആരുടെ പക്കൽ നിന്നും ഇത്തരത്തിലൊരു പണവും വാങ്ങിയിട്ടില്ല, സ്വർണവും വാങ്ങിയിട്ടില്ല. ഫിനിക്സ് ഗ്രൂപ്പാണ് 3,20,00,000 രൂപ ഈ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നൽകിയത്. അതല്ലാതെ മറ്റാരും പണം നൽകിയിട്ടില്ല. നേരത്തെ തന്നെ ഒരു ദേവസ്വം ബെഞ്ച്, അതായത് ഈ പുനഃപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ദേവസ്വം ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുകയും അന്നത്തെ കമ്മീഷനെ അടക്കം, അഡ്വക്കേറ്റ് കമ്മീഷനെ അടക്കം അഭിനന്ദിക്കുകയും ചെയ്തതാണ് പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട്. പിന്നീട് എന്താണ് ഇങ്ങനെ ഒരു അന്വേഷണത്തിന്റെ സാഹചര്യം, ഏതാണ് അതിന്റെ പശ്ചാത്തലം എന്ന കാര്യത്തിൽ വ്യക്തതയാകുന്നില്ല എന്നുള്ളതാണ് അജയ് തറൽ പറയുന്ന. അന്വേഷണത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്തു. മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ്. ഇന്ന് 5ാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകിയത്. അതിൽ VSSIയുടെ അന്തിമ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് അവർ കോടതിയെ അറിയിച്ചത്. VSSIയിലെ അന്തിമ റിപ്പോർട്ട് ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തത നിൽക്കുന്നില്ല, അതുകൊണ്ട് ഒരു പരിശോധന കൂടി ആവശ്യമാണ്, അത് മുംബൈയിൽ നടത്തണം എന്നായിരുന്നു SITയുടെ ആവശ്യം. ആ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കാൻ 12ാം തീയതിയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ആ സമയത്തിന് അത് ശേഖരിച്ച ശേഷം അത് മുംബൈയിൽ അയച്ച് പരിശോധന നടത്താനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കാരണം ഈ കേസിൽ കുറ്റപത്രം അടക്കം വരുമ്പോൾ ഏറ്റവും കീ ഫാക്ടറായി മാറാൻ പോകുന്നത് ഈ പരിശോധനാ ഫലമാണ്. അതുകൊണ്ട് അതിലൊരു അവ്യക്തതയും വേണ്ട, അത് ക്ലിയറായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. ഇതുവരെ 256 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി എന്നും SIT ഇന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.